ഞാനിപ്പം നിൽക്കുന്നത് കോന്നിയിലാണ്. കോന്നി ഡിവിഷൻ, കോന്നി റേഞ്ച്, അതായത് കേരള വനം വകുപ്പ് കോന്നി ഡിവിഷൻ, കോന്നി റേഞ്ച്. ഇവിടെ നിൽക്കാൻ കാരണം വരുന്ന വഴിയിൽ കാട്ടരുവിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് നിന്നാണ്. നല്ല സൗണ്ടാണ്. വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് സൗണ്ട് അറിയത്തില്ല. ഇന്നത്തെ എൻ്റെ യാത്ര കോന്നിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കോന്നി അടവി എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഒന്ന് നമ്മുടെ ആനക്കൊട്ടിലെ എലിഫൻറ്റ് മ്യൂസിയം, അതുപോലെ തന്നെ കൊട്ടവഞ്ചി സവാരി, അതുപോലെ തന്നെ ബാംബു ഹട്ട്. ഇത് 3ഉം കണ്ട് മണ്ണിറ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. അപ്പം നമ്മൾ നിൽക്കുന്നത് കൊടുങ്കാടിനകത്താണ്. അതിസുന്ദരമായി പ്രകൃതി കനിഞ്ഞ് നൽകിയ വരദാനമാണ് വനം. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വനഭൂമിയാണ്, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, കുറ്റകരവും ശിക്ഷാർഹവുമാണ്. DFO കോന്നി. അപ്പം നമ്മുടെ യാത്ര തുടങ്ങാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോന്നി ടൗണിലാണ്. കോന്നി ടൗണിൽ സിഗ്നലിൽ ഇവിടെ ഇപ്പം ഈ 4 കൂടിയ വഴിയുണ്ടല്ലോ, ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് ആനക്കൂട് ആന മ്യൂസിയം എല്ലാം ഒന്നിച്ച് തന്നെയാണ്, അവിടേക്ക് പോകേണ്ടത് ഈ റൈറ്റ് വഴി. അങ്ങനെ നമ്മൾ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കോന്നി എക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം. ആനക്കൂടുണ്ട്, അതുപോലെ എലിഫൻറ്റ് മ്യൂസിയം, 3D തിയേറ്റർ, മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കുണ്ട്. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. ഇതെല്ലാം കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം. അകത്ത് കയറി നമ്മുടെ വണ്ടി വെച്ച് അവിടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ തട്ടി കൊട്ടവഞ്ചി നമ്മളിവിടെ പോകുന്നുണ്ട്. കൊട്ടവഞ്ചി വെച്ചിട്ട് നമുക്ക് മഴയൊക്കെ വരുമ്പം കയറിയിരിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു ഇതുണ്ട്. നക്ഷത്ര വനസസ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെയാണ് ഇതിനകത്ത്. നല്ല മരമുണ്ട് കേട്ടോ, വലിയ മരങ്ങൾ 2-3 എണ്ണം ഉണ്ട്. അടിപൊളി. ഇതെനിക്ക് തോന്നുന്നു ആനയുടെ പുറത്ത് കയറാനുള്ള എന്തെങ്കിലും ആണോ, അതോ ഇവിടെ കയറി നിന്നിട്ട് ഇവിടുത്തെ വ്യൂ ആസ്വദിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ഇവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെയാണ്. വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. ജനവാസ മേഖലയിലോ വഴിയിലോ വന്യജീവികളെ കണ്ടാൽ ചെയ്യേണ്ടവ ഒഴിവാക്കേണ്ടവ. കൊള്ളാം. തിങ്കളവധി. അങ്ങനെ ടിക്കറ്റ് എടുക്കുക. അഡൾട്ട് 50 രൂപ, 2 വീലർ പാർക്കിങ്ങിന് 10 രൂപ, മൊത്തം 60 രൂപ. നമ്മളിവിടുന്ന് ആദ്യം തന്നെ കയറി ചെല്ലുന്നത് ആനക്കൂടാണ്. കോന്നി ആനക്കൂട്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിൽ. ആയിരത്തി 1942 ഇത് സ്ഥാപിതമായത്. ഈ ആനക്കൂട് ഉണ്ടാക്കിയത് കമ്പകം എന്ന മരം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആനക്കൂടിനെ പറ്റിയുള്ള മൊത്തം വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു 6 ആന ഇടാനായിട്ടുള്ള അറകളാണ്. 1, 2, 3. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. എന്തോ വലിയ ആനക്കൂടാണെന്നറിയാം. വലിയ തടിയാണ്, കമ്പകം മരം കൊണ്ടുണ്ടാക്കിയത്. മേളിൽ ഇപ്പം ഷീറ്റാക്കി. നേരത്തെ എന്തായിരുന്നെന്ന് അറിയത്തില്ല, ഓടായിരുന്നു. സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആനയ്ക്ക് ഭക്ഷണം നൽകരുത്, ആനയോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കരുത്. ആനയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആനക്കൂടെന്ന് പറഞ്ഞാൽ ആനയെ ചട്ടം പഠിപ്പിക്കുക. കാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞാനകളെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ആനക്കൂടല്ലേ. അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആനയൊക്കെ വെള്ളം കുടിക്കുന്ന പാത്രം എല്ലാം ചേതലൊക്കെ ആയി കേട്ടോ. 12 ആനകളെ ഇടാൻ പറ്റിയ കൂടായിരുന്നു.
ഇതും വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള കുളങ്ങളായിരിക്കാം. ഇതൊരു ചെറിയൊരു കുളം പോലെ. ഇവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ട്, കുട്ടികൾക്ക് മാത്രമായുള്ള പാർക്ക്. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് കുട്ടികളുടെ പാർക്ക് കുട്ടികൾക്ക് മാത്രം, 12 വയസ്സിന് മുകളിലുള്ളവർ ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുന്നതാണ്. നല്ല കാര്യം. കുട്ടികളെല്ലാം ഇവിടെ കളിക്കുന്നത്. റൈഡുണ്ട്, എല്ലാം മാനുവലി ഉള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് തന്നെ. മരം കണ്ടോ, വലിയൊരു മരം. നമുക്ക് ആദ്യം മ്യൂസിയത്തിൽ കാണാം. എലിഫൻറ്റ് മ്യൂസിയം. മെറ്റൽ, അതായത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഓരോ പാർട്സും വണ്ടിയുടെ ഓരോ പാർട്സുകളൊക്കെ വെച്ച്, മെറ്റലായത് ഫുൾ മെറ്റൽ, അത് വെച്ച് വെൽഡ് ചെയ്ത് ആന, പറക്കുന്ന ചിറകുള്ള ആന. രസമുണ്ടല്ലേ. ഇച്ചിരിയുടെ വലുതായിരുന്നെങ്കിൽ അടിപൊളിയായി. ഇവിടെ കൊട്ടവഞ്ചി ഇരിപ്പുണ്ട്. നമുക്കകത്തോട്ട് പോകാം. മ്യൂസിയത്തിലോട്ട് നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ഒരു കുഞ്ഞാനക്കുട്ടിയാണ് നമ്മളെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഉണ്ടല്ലോ അതിമനോഹരമായ മ്യൂറൽ പെയിൻറ്റ്. ഇതെനിക്കൊന്ന് മ്യൂറൽ പെയിൻ്റാണെന്ന് തോന്നുന്നു. ഇത് ആനകളെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചയല്ലേ. ഒരുപാട് ആനകളുടെ കഥകളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിയത്തിനകത്ത് ആദ്യം നമ്മൾ വരുമ്പം കാണുന്നത് വലിയ കൊമ്പൊക്കെയുള്ളൊരു വലിയ കൊമ്പൻ ആനയാണ്. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. ഈ ഒരു മിനിയേച്ചർ കണ്ടോ, ഇത് കൂപ്പിൽ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ചിത്രീകരിച്ചിരിക്കുകയാണ്. അത് കൂപ്പിൽ മരം വെട്ടി തടി അതെടുത്ത് ആന വലിച്ചുകൊണ്ട് പോയി ലോറിയിൽ കയറ്റുന്ന ഒരു പ്രോസസ്സാണ്. ആനയുടെ ചിത്രങ്ങൾ, എലിഫൻറ്റിൻ്റെ ചിത്രങ്ങൾ വന്നിരിക്കുന്ന സ്റ്റാമ്പുകളും കോയിൻസുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി ഫോട്ടോ ഫ്രെയിമുകളും മറ്റ് എലിഫൻറ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. സേവ് അവർ എലിഫൻറ്റ്. ഇവിടെ കണ്ടോ, ആന വെള്ളം കുടിക്കാനായിട്ട് നദിക്കരയിൽ വന്നിരിക്കുന്ന മിനിയേച്ചർ അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ AV റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ അതിമനോഹരമായൊരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാം, ആനകളുടെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഓരോ ആനിമൽസിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടൊക്കെ വെച്ച് തരും. പ്രകൃതി നിങ്ങളോട് സംസാരിക്കും. കരിങ്കുരങ്ങ്. ഇത് കണ്ടോ, വാരിക്കുഴിയിൽ ആന വീഴുന്നു. കുഴിയിൽ വീണ ആനയുടെ കഴുത്തിലും കാലിലും വിദഗ്ധമായി കുരുക്കിടുന്നു. ഒരു കുരുക്കിടുക. കുരുക്കിട്ടിട്ട് കുഴിയിൽ നിന്നും ആനയെ കയറ്റി കുഞ്ഞി ആനകളുടെ സഹായത്തോടു കൂടി കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കയറ്റിയിട്ട് കുങ്കിയ ആനകളുടെ സഹായത്തോടെ കൂട്ടിലേക്ക് ആനയെ കൊണ്ടുപോകുന്നതാണ്. ഇത് ആനക്കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ചട്ടം പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് എക്സിബിഷൻ റൂമിലേക്കാണ്. ഇവിടെ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ ഇടത് സൈഡിലായിട്ട് ആനക്കൂട്ടങ്ങളുടെ ഒരു വലിയ ചിത്രം, ഒരു വാള് നിറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ആനയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൂടാതെ ഇവിടെ ആനയുടെ സ്കെൽറ്റൺ ഉണ്ട്. പക്ഷേ ഈ സ്കെൽറ്റൺ കാണാൻ നമുക്കൊരു ഭംഗി തോന്നുന്നില്ല അല്ലേ. കൊമ്പൊക്കെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഭംഗിയിൽ തോന്നില്ല. ആനയെ നേരിട്ട് കാണുന്ന ഭംഗി ഇവിടെ വരുമ്പോൾ നമുക്ക് പോകും. അപ്പോൾ ഇതാണ് ആനയുടെ സ്കെൽറ്റൺ. അവർ നല്ലതായിട്ട് രീതിയിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആനയുടെ തലയോട്ടി. ഇത് കീഴ്ത്താടിയല്ല്.
ഇതാണ് ആനയ്ക്ക് വെക്കുന്ന കെണി. മട്ട് ആനയുടെ മുട്ടിൻ്റെ ചിരട്ട, ആനപ്പല്ല്. മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി ആനയെ കാണാനായിട്ട് ഇതുവഴിയാണ് കയറിപ്പോകുന്നത്. ദിസ് വേ ഒരു കഫേ ഉണ്ട് റൈറ്റ് സൈഡിൽ. നമുക്ക് പോയിട്ട് വരാം. കുട്ടി ആനയുണ്ട് കേട്ടോ. എലിഫൻ്റ് ആർട്ട് ഗ്യാലറി. ആനയെക്കുറിച്ചുള്ള കുറേ സിനിമകളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നെ ആദ്യം കയറി ചെല്ലുമ്പോൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുടെ ആനയെക്കുറിച്ചുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറി ചെല്ലാം. ആദ്യം തന്നെ ഒരുപാട് വലിയ ആനകളെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ? ഈ ആനകളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബറിലാണ് കേട്ടോ. ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വൈക്കോലിലാണ് ഈ ആനയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് തടികൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമല്ലേ? ഇനി അടുത്തത് നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്തത് തുണി കൊണ്ടാണ് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. രസമുണ്ടല്ലേ? ഇതും ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ആന ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള നല്ല രസകരമായ രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിട്ട്. പിന്നെ കൂടാതെ ഇവിടെ ഒത്തിരി ആനകളുടെ കുറച്ച് ചെറിയ 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 കളക്ഷൻസും ഉണ്ട്. ഇതുണ്ട് ആനച്ചമയം. എലിഫൻ്റ് ഷെൽട്ടർ, ആനക്കൂട് കാണാൻ പോകും. ആനക്കൂട് കാണാൻ പോകും. ആന 3 ആനയുള്ളൂ. ഈവ 22 വയസ്സ്, മലയാറ്റൂർ ഡിവിഷനിലെ കോടനാട് റേഞ്ചിൽ നിന്ന് അവനെ കിട്ടി. 2003 ലഭിച്ചു. കുസൃതിയാണ് കേട്ടോ, പൊട്ടിക്കാൻ നോക്കും. ഇവനെന്തോ ഒരു വശപ്പശമുള്ള പോലെ കണ്ട, പൊട്ടിക്കാൻ നോക്കുക. ഇത് പ്രിയദർശിനി, 40 വയസ്സ്, കോന്നി ഡിവിഷനിലെ മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്ന് 1992 ലഭിച്ചു. 40 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത ആനയുടെ അടുത്തേക്ക് കൊള്ളാം. അടുത്തത് മീന, 33 വയസ്സ്, കോന്നി ഡിവിഷനിലെ മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്ന് 1991 ലഭിച്ചു. ഇവിടെ സൈലൻ്റ് ആട്ടോ. ഇവിടെ 2 കൂട്ടിൽ ആരുമില്ല. കൃഷ്ണ 11 വയസ്സ്, പുളിന്തി, പുള്ളിക്കാരിയില്ല ഇവിടെ. പിന്നുള്ളത് കൊച്ചയ്യപ്പൻ 2 വയസ്സ്, അവൻ്റെ അടുത്തോട്ട് പോകും. കൊച്ചയ്യപ്പൻ കുഞ്ഞാന കേട്ടോ, കൊച്ചാന 1 വയസ്സ്, അല്ല 2 വയസ്സ്, കൊച്ചയ്യപ്പൻ. പണ്ട് റോഡ് പണിക്കങ്ങാണ്ട് വന്ന റോളർ, അമ്മാവൻ വണ്ടി എന്നൊക്കെ പറയത്തില്ല. ഇവിടെ ഒരു ആന നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ എന്താ ഇവിടെ കൊണ്ട് കിട്ടിയിരിക്കുന്നത്? ഇവിടെ ഒരു കയറും കിട്ടിയിട്ടുണ്ട്, ഞാൻ മാറ്റി കെട്ടിയേക്കുക. 3D തിയേറ്ററിൽ കയറുന്നതിന് അഡൾട്ടിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 30 രൂപ. സേവ് ഫോറസ്റ്റ്, ഫുള്ള് വള്ളിച്ചെടികൾ ഉപയോഗിച്ച് തണൽ തീർത്തേക്കാണ്. ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ബെഞ്ചൊക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. റെയിൻ ട്രീ, മഴ മരം എന്ന് പറയുന്നത് വലിയത് കാണുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. കോന്നി പഞ്ചായത്ത് അവിടെ വരെ ഉള്ളായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് കയറുന്നത്.
കൊട്ടാഞ്ചി സവാരി അപ്പം തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടോ കണ്ടോ, അതിമനോഹരമായ കാടിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാട്ടുവഞ്ചി സവാരി മുണ്ടോമുഴി, ഇവിടുന്ന് 3.3 കിലോമീറ്ററും, അതുപോലെ തന്നെ ട്രീ ടോപ്പ് ബാംബു ഹട്ട് പെരുവാലി അത് 1.7 കിലോമീറ്ററും. ഈ കാണുന്ന ടൗണിൽ നിന്ന് ചെറിയൊരു ജംഗ്ഷൻ, അവിടുന്ന് നമ്മൾക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ നിർത്തിയാണ് എല്ലാം വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നത്. അപ്പം ഇത് കണ്ടോ, വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ ശ്രദ്ധിക്കുക. കോന്നി വനം ഡിവിഷൻ, കോന്നി റേഞ്ച്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്, വന്യജീവികളൊക്കെ ഉണ്ട്. തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ. ഒരു മുളങ്കാടായിരുന്നു, അതെല്ലാം പോയി. അതിമനോഹരമായ മൊട്ടക്കൊന്നല്ലേ. പക്ഷെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. തേക്കാന്ന് തോന്നി വെച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നത് തേക്ക്, ഈ നിൽക്കുന്നത് തേക്ക്. രസമില്ല കാണാനായിട്ട്. ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട് കേട്ടോ ഈ വഴിക്ക്. ഞാൻ ഒറ്റയ്ക്ക് ബൈക്കിലാണ് വന്നത് കൊണ്ട് എനിക്ക് ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊന്നും കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. വണ്ടി ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഈ കാടിനകത്തൂടെ വരുന്നുണ്ട്. എന്തോ രസമാണെന്നറിയുമോ കാണാനായിട്ട്. അത് ഇനി അടുത്ത പ്രാവശ്യം ഒരു മൗണ്ട് മേടിക്കണം. നമ്മളിങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ടെ ആ കട കണ്ടോ, അതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് വഴിയുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രീ ടോപ്പ് ബാംബു ഹട്ട്. അത് പക്ഷെ അത് കാണത്തില്ല കേട്ടോ. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്കൊന്ന് പോയി നോക്കാം. ബാംബു ഹട്ടൊന്ന് കണ്ടിട്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലേ, ഇവിടെ വരെ നമുക്ക് വാഹനമായിട്ട് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ വാഹനം ഇവിടെ വെച്ചിട്ട് നടന്നോണം. ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ എനിക്കൊന്ന് വണ്ടിയകത്ത് കയറ്റി വന്നു. വണ്ടി നമ്മളവിടെ വെച്ച്, പക്ഷെ ആരെയും കണ്ടില്ല. നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പം കയറാവോ ഇല്ല എന്നറിയത്തില്ല. ആ കടയിൽ ചോദിച്ചോണ്ടേ കയറാമെന്ന് പറയാം. നല്ല രസമുണ്ട് കേട്ടോ. മുളങ്കാട്, അപ്പുറത്ത് അരുവി ഒഴുകുന്നതിൻ്റെ സൗണ്ട് എല്ലാം ഉണ്ട്. നല്ല ഭംഗിയായി മുളയൊക്കെ ഉണ്ട്. വലിയ പാറക്കെട്ട്, കല്ലാറൊഴുകുന്നതിൻ്റെ സൗണ്ടാക്കിയേക്കും. ഇവിടെ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോളാർ. ഇതാണ് ബാംബു ഹട്ട്. കല്ലാറിൻ്റെ തീരത്താണ് ബാംബു ഹട്ട്. ഇതാണ് ഈ കാണുന്നതാണ് ബാംബു ഹട്ട്. 1, 2, 3 എണ്ണം ഉണ്ട്. 3 കാണാൻ. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. നമുക്ക് ഒന്ന് പോയി ചോദിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഫോറസ്റ്റ് ആയതുകൊണ്ട് അനുമതിയില്ല. അത് ഫോറസ്റ്റിനകത്ത് കയറരുതെന്ന റൂള്. അവിടെ ചേട്ടനോട് ചോദിക്കാം. ബാംബു ഹട്ട് 1, 2, 3, 4, 5 എണ്ണമുണ്ട്. നല്ല ആംബിയൻസ്. ഓരോ കോട്ടേജിനും ഓരോ പേരുണ്ട്. ഈ കോട്ടേജിൻ്റെ പേര് ചെമ്പകം, അത് നീലക്കുറിഞ്ഞി, ലോട്ടസ്. ഇതിൻ്റെ പേര് തുളസി, ലോട്ടസ്. ബെഡ്, തടി, ടിവിയും ചെയറും ഒക്കെ ഉണ്ട്. ഇത് ബാൽക്കണി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കല്ലാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും, ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ഹട്ട് പോലെയാണ്, അവിടെ നിൽക്കാൻ പറ്റും. കേരള ഫോറസ്റ്റ് എക്കോ ടൂറിസം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ കോട്ടേജുകളൊക്കെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു റൂമിന് 3000 രൂപ. 4 പേർക്ക് ഒരു കോട്ടേജ് നിൽക്കാൻ പറ്റും. എക്സ്ട്രാ ബെഡും കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കറക്റ്റ് കല്ലാറിലോട്ട് നമുക്ക് വ്യൂ കിട്ടുന്നൊരു കോട്ടേജ്. ജാസ്മിൻ കോട്ടേജാണ് ഏറ്റവും നല്ലത്. നല്ല വ്യൂ ആണ്, ഒറ്റയ്ക്കുള്ള റൂമാണ്, പ്രൈവസി എല്ലാം ഉണ്ട്. താഴെ നമുക്ക് പോയിരിക്കാം. അതുപോലെ തന്നെ അവിടെ ഒരു ഹട്ട് പോലെ ഉണ്ട്, അവിടെ കയറി നിന്ന് കല്ലാറിൻ്റെ ഭംഗി ആസ്വദിക്കാം.
ആരാണ്യം എക്കോ കഫേ, ഒരു ചായക്കടയാണ് കേട്ടോ കാടിനകത്ത്. അവിടെ ഫുഡൊക്കെ ഉണ്ട്. പനയോല മേഞ്ഞ് വെക്കുന്ന മേൽക്കൂര കേട്ടോ. ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലറയാണ്. അവിടെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കടയിൽ ചോദിക്കാം. നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് നടക്കാവോ, നടക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വെള്ളമാണ്, സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യൂ കിട്ടും, പക്ഷേ താഴോട്ട് പോകും, അതായിരിക്കും നല്ലത്. താഴെ നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ല നല്ല രസമാണ്. കല്ലാർ, ചെറിയൊരു അരുവി അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാടിന് നടുവിലാണ് കേട്ടോ. കാടാ, ചുറ്റും കാടാണ്. ഇവിടെ വരെ നമുക്ക് വരാനായിട്ട് സാധിക്കും. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടേക്ക് ഇറങ്ങാം കേട്ടോ, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങുന്നില്ല, പൊതയാനുള്ള ചാൻസസ് ഉണ്ട്. നല്ല സൗണ്ട് കേൾക്കാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്ത് സ്പീഡിലാണ് ഒഴുകുന്നത്. നല്ല വെള്ളമുണ്ട്. നമുക്കിവിടെ നിന്ന് പോവാം. നമുക്ക് ഈ വരുന്ന വഴിക്ക് തന്നെ കല്ലാറ് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയായിട്ട് സമൃദ്ധമായിട്ട് ജലസമ്പന്നമായിട്ട് ഒഴുകുന്ന കല്ലാറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേനൽക്കാലത്തൊക്കെ വരുവാണെങ്കിൽ വെള്ളം കുറവായിരിക്കും. ഇപ്പം കണ്ടോ എന്ത് വെള്ളമാണെന്ന് നോക്കിക്കേ. ജലസമ്പന്നമാണ് കല്ലാറ്. ഈ കല്ലാറിലാണ് കൊട്ടവഞ്ചി സവാരി നടത്തുന്നത്. കണ്ടോ കളർ കണ്ടോ, ഒരു പച്ച പോലത്തെ കളറിലാണ് ഈ വെള്ളം ഒഴുകുന്നത് കേട്ടോ. രസകരമായ കാഴ്ചയല്ലേ. ഈ പള്ളി കണ്ടോ, കാട്ടുപള്ളിയൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ മുണ്ടാമുഴി പാലം ആ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇതുവഴി ഒരുപാട് ബസ്സുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ ബൈക്കിനാണ് വന്നിരുന്നത്. അവിടെ നിന്ന് നേരെ കിടക്കുന്ന വഴിയാണ് കാട്ടുവഞ്ചി സവാരി നടത്തുന്ന സ്ഥലത്തേക്കിനുള്ളത്. അപ്പം ഇവിടുന്ന് 2 കിലോമീറ്റർ ലെഫ്റ്റിലായിട്ട് പെട്രോൾ പമ്പുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ്. അപ്പോൾ ഇവിടെ പാലം, ബ്രിഡ്ജ് നമുക്കൊന്ന് കാണാം. വണ്ടി നമ്മൾ അവിടെ ഒതുക്കി വെച്ച് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് മുണ്ടോമൂഴി വെയിറ്റിംഗ് ഷെഡാണ്. മണ്ണിറ വെറുതെ ഇവിടെ കയറി നിൽക്കുകയാണല്ലോ. അതാണ് മുണ്ടോമൂഴി പാലം. ഈ കാണുന്നതാണ് കല്ലാറ്. ഇവിടെയാണ് കൊട്ടവഞ്ചി സവാരി നടത്തുന്നത്. ഇവിടെയല്ല കേട്ടോ, ഇവിടുന്ന് ഒരു 300-400 മീറ്റർ വെയിറ്റിംഗ് ഷെഡ് വേണം. ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഒരു 300-400 മീറ്റർ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കല്ലാറിൻ്റെ സൗന്ദര്യം കണ്ടോ, ശാന്തമായിട്ടൊഴുകുകയാണല്ലേ. പക്ഷെ അത്ര ശാന്തമായിട്ടൊന്നും അല്ല കല്ലാർ ഒഴുകുന്നത്. അത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, വനസൗന്ദര്യം കണ്ടോ, നല്ല പച്ചിപ്പ്, മരങ്ങളെല്ലാം ആറിലോട്ട് താന്ന് കിടക്കുന്ന ഒരു കാഴ്ച. പച്ച കളറാണ് വെള്ളത്തിൻ്റെ അല്ലേ. അല്ലേ, നല്ല മഴയ്ക്ക് കോളുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡോട്ട് പോകാം. അപ്പുറത്ത് ശാന്തമായിട്ട് ഒഴുകിയ കല്ലാറല്ല ഇപ്പുറത്ത് കണ്ടോ. ഇവിടെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. പാറക്കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളം വന്ന് അതേ വന്ന് തെള്ളുന്നതിൻ്റെ ഒരു ഫോഴ്സിലുണ്ടാകുന്നൊരു ചെറിയ തിര പോലെ. അത് നല്ല സൗണ്ടാണ്, നല്ല രസമല്ലേ. അപ്പുറത്തെ സൈഡിനെക്കാട്ടിലും നല്ലത് ഇപ്പുറത്തെ സൈഡ്. തിരമാല പോലെ കയറി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. സൗണ്ട് ഒന്ന് കേട്ടോ. ഇവിടെയും മരങ്ങളൊക്കെ ഇങ്ങനെ ആറ്റിലോട്ട് താന്ന് കിടക്കുന്നതിനാൽ നല്ല രസമുണ്ട്. ഇതുകൊണ്ട് ഈ വള്ളിപ്പടർപ്പൊക്കെ കണ്ടോ, അതിമനോഹരമല്ലേ. കുട്ടിയാന കാട്ടുവഞ്ചി തുഴയുന്നു.
കൊട്ടവഞ്ചി എന്നൊക്കെ പറയാം. തുഴയുന്നു. മലയണ്ണാൻ നല്ല രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് താഴോട്ടിറങ്ങാം. ഇവിടെയാണ് പാർക്കിംഗ്. ഇതുവഴിയാണ് താഴോട്ടിറങ്ങി പോകേണ്ടത്. ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ ഇവിടെ ക്ലോസ് ആണ് മോനെ. എന്ത് ചെയ്യാനെന്നുള്ള സമയം ശരിയല്ല. ഇവിടെ കൊട്ടവഞ്ചി സവാരിയുടെ അതായത് അതിൻ്റെ ഫുള്ള് വിഷ്വൽ അടങ്ങുന്ന ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ റൈഡുണ്ട് അരമണിക്കൂറത്തേക്കിന്, അതിന് 500 രൂപയാണ് 4 പേർക്കാവുന്നത്. അതുപോലെ തന്നെ ലോങ് റൈഡുണ്ട്, അതിന് 900 രൂപയും. 4 അഡൾട്ട് പ്ലസ് ഒരു ചൈൽഡ്. ഇവിടെ നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല. യെല്ലോ അലേർട്ട് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടെ പ്രവേശനമില്ലാത്തതെന്ന് തോന്നുന്നു. നമുക്കിനി മണ്ണിറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. മീൻമുട്ടി മണ്ണിറ എന്നൊക്കെ പറയും. മണ്ണിറ വാട്ടർഫോൾസ് അവിടേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണ്ണിറ വാട്ടർഫോൾസിലേക്ക്. വഴി വളരെ മോശമാകാനാണ് സാധ്യത. നമുക്ക് ഏതായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ സംഭവം കളറായി കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തി. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാനുള്ളൂ കേട്ടോ. വഴി ഒന്നും തരത്തില്ല. ഇത് കണ്ടോ, അതിൻ്റെ വെള്ളം ഇങ്ങനെ കാണുന്നതാണ് മണ്ണിറ വാട്ടർഫോൾസ്. വണ്ടി ഞാനിവിടെ വെച്ചു. സൗണ്ട് കേട്ടില്ല, നല്ല സൗണ്ട്. ചെറിയൊരു കടയുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു കലിങ്ക് വേണ്ട. വെള്ളച്ചാട്ടത്തിലെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വെള്ളം ഒഴുകി പോകുന്നത് നല്ല രസമല്ലേ. നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ്. എൻ്റെ മോൻ, അവിടെ കാണുന്നതാണ് മണ്ണിറ വാട്ടർഫോൾ. ഇത് കണ്ടോ, തട്ടായിട്ട് ഒഴുകുന്നു. സൗണ്ട് കണ്ടോ, അടിപൊളിയാണല്ലേ. ഇവിടെ വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ, തെന്നി വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നിൽക്കുക. നല്ല ശബ്ദം ഉണ്ടല്ലേ, പതഞ്ഞ് വീഴുന്നുണ്ട്. ഈ ചെറിയൊരു ഇതാണെങ്കിലും പതഞ്ഞ് വീഴുന്നുണ്ടോ, നല്ല രസമുണ്ട്. കേട്ടോ, ഭംഗിയുണ്ടോ. വെയിലടിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. ഓ, അതിമനോഹരമായ കാഴ്ച. മണ്ണിറ വാട്ടർഫോൾസ്. ഇവിടെ എന്തോ ബിൽഡിംഗ് ഒക്കെ പണിയുന്നുണ്ട്, ഒന്നും പൂർത്തിയായിട്ടില്ല. ഇവിടെ കുളിക്കാൻ ഇറങ്ങാമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ആരും കുളിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഒരുപാട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. മഴയായതുകൊണ്ട് ശക്തമായ വെള്ളമാണ് വന്ന് ഒലിച്ചിറങ്ങുന്നത്. എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എത്തുന്നത്. അപ്പോഴേ മണ്ണിറ വാട്ടർഫോൾസിനോട് വിട.
പേരൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസകരമായ കാഴ്ചയാണ്.